തിരുവനന്തപുരം വെളപ്പിൽശാലയിൽ ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് രോഗി മരിച്ചെന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രിക്ക് കുടുംബം പരാതി നൽകി. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് BJP പ്രവർത്തകർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി. മരിച്ച ബിസ്മിറിന് ആശുപത്രി പ്രാഥമിക ചികിത്സ നൽകിയില്ലെന്ന മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ കുടുംബം ചൂണ്ടിക്കാട്ടുന്നു. കുറ്റക്കാരായ ജീവനക്കാർക്കെതിരെ ഉടൻ നടപടിയെടുക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. നിർണായക CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തുവന്നതിനു പിന്നാലെ വിവിധ സംഘടനകളുടെ പ്രതിഷേധവും ശക്തമാണ്. BJP യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. എത്ര മനുഷ്യരുടെ ജീവനാണ് എടുത്തത്? ആളുകൾ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഇതിപ്പോ ആരാച്ചാരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയല്ലേ? ഈ സമരത്തിൽ നിന്ന് യുവമോർച്ച ഒട്ടം പിന്നോട്ട് പോവില്ല. ഇത് എത്ര ജീവൻ ബിസ്മിറിന് പ്രാഥമിക ചികിത്സ നൽകിയെന്നും ഓക്സിജൻ സംവിധാനമുള്ള ആംബുലൻസിലാണ് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചതെന്നുമാണ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രമയുടെ വിശദീകരണം. രാത്രിയിൽ ഗ്രിൽ അടച്ചിട്ടത് രോഗികളുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാനാണെന്നും സൂപ്രണ്ട് പറഞ്ഞു. ഗ്രില്ല് അടച്ചിട്ടത് നമുക്ക് ഫീമെയിൽ വാർഡ് ഉണ്ട്. അപ്പം അത് തുറന്നിട്ട് കഴിഞ്ഞാൽ പേഷ്യൻസ് ഇറങ്ങിപ്പോവുകയോ പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയോ ചെയ്താൽ നമ്മൾ ഹോസ്പിറ്റൽ എന്ന MO ചാർജ് എന്ന നിലയിൽ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. ജനുവരി 19 ശ്വാസതടസ്സത്തെ തുടർന്ന് ബിസ്മിറിനെ ആശുപത്രിയിലെത്തിക്കുന്നത്. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രാമധ്യേയായിരുന്നു ബിസ്മിറിന്റെ മരണം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.